ശ്രീ സായ് സച്ചരിത്ര അധ്യായം 46 ബാബയുടെ ഗയ യാത്ര ആടുകളുടെ കഥ. ഈ അധ്യായം ഷാമയുടെ കാശി പ്രയാഗ് ഗയ മുതലായ സ്ഥലങ്ങളിലെ തീർത്ഥയാത്രയും ബാബ തൻ്റെ ചിത്രരൂപത്തിൽ അയാൾക്ക് മുൻപേ അവിടെ എത്തിയതും 2 ആടുകളുടെ മുജന്മത്തെപ്പറ്റി ബാബയ്ക്കുള്ള ഓർമ്മകളും വിവരിക്കുന്നു. മുഖവുര. ഹേ സായിനാഥ, അവിടുത്തെ പാദങ്ങൾ അനുഗ്രഹീതങ്ങളാണ്. അവിടുത്തെ സ്മരണകളും ഞങ്ങളെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാക്കുന്ന ദർശനവും അനുഗ്രഹീതങ്ങളാണ്. അവിടുത്തെ രൂപം ഞങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഭക്തന്മാർ അങ്ങയിൽ വിശ്വസിച്ചാൽ അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോഴത്തെ എന്നുപോലുള്ള അനുഭവങ്ങൾ കൊടുക്കുന്നു. അദൃശ്യവും സൂക്ഷ്മവുമായ ഒരു നൂൽ ചരട് കൊണ്ട് അവിടുന്ന് അടുത്തു നിന്നും അകലെ നിന്നും ഭക്തന്മാരെ അങ്ങയിലേക്ക് ആകർഷിച്ച് അവരെ പുത്രവത്സലമായ ഒരു മാതാവിനെ പോലെ അവിടുന്ന് ആശ്ലേഷിക്കുന്നു. ഭക്തന്മാർക്ക് അവിടുന്ന് എവിടെയാണെന്നറിയുന്നില്ല. പക്ഷെ അവിടുന്ന് സമർത്ഥമായ ചരട് പിടിച്ച് നിയന്ത്രണം ചെയ്യുന്നത് കൊണ്ട് ഭക്തന്മാർക്ക് അവിടുന്ന് അവരുടെ പിന്നിൽ രക്ഷിതമായിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്നു. ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും അഹംഭാവം കൊണ്ട് സംസാര ഗർത്തത്തിൽ വീണു പോകുമ്പോൾ അവിടുന്ന് അവിടുത്തെ ശക്തിയാൽ അശരണരും പാമരരും ഭക്തരുമായ വിനീതരെ സംരക്ഷിക്കുന്നു. അദൃശ്യമായും ആന്തരികമായും അവിടുന്ന് എല്ലാ കളികളും കളിക്കുന്നു. എങ്കിലും അതിലൊന്നും തൽപരനല്ലെന്നും കാണിക്കുന്നു. അവിടുന്ന് കർമ്മം ചെയ്യുന്നെങ്കിലും അകർമ്മയാണെന്ന് ഭാവിക്കുന്നു. ആർക്കും അവിടുത്തെ ജീവിതത്തെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും നല്ല വഴി വാഗ്ദേഹങ്ങളെ അവിടുത്തെ പാദങ്ങളിൽ അർപ്പിച്ച് പാപനാശനാർത്ഥം അവിടുത്തെ തിരുനാമം ഉരുവിടലാണ്. അവിടുന്ന് ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ആഗ്രഹമില്ലാത്തവർക്ക് പരമാനന്ദം പ്രദാനം ചെയ്യുന്നു. അവിടുത്തെ മധുരനാമങ്ങൾ ഉരുക്കഴിക്കലാണ് ഭക്തന്മാർക്ക് ഏറ്റവും ലളിതമായ സാധന. ഈ സാധന കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളും രജസ്ഥ സമോ ഗുണങ്ങളും ഇല്ലാതാകുന്നു. അങ്ങനെ സത്വഗുണവും സത്യബോധവും മുൻകൈ എടുത്ത് വിവേകവും നിസ്സംഗത്വവും ജ്ഞാനവും വളർത്തിയെടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആത്മനിലും ഗുരുവിനിലും വ്യാപൃതരാവുന്നു. ഇതാണ് ഗുരുവിനുള്ള സർവാർപ്പണം എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യക്തമായ അടയാളം മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരുന്നു എന്നതാണ്. ഈ സമർപ്പണത്തിൻ്റെ മാഹാത്മ്യവും ഭക്തിയും ജ്ഞാനവും അപാരമാണ്. കാരണം അതിൻ്റെ പിന്നാലെ വരിയായി സമാധാനം, നിസ്സംഗഭാവം, കീർത്തി, മുക്തി എന്നിവ വന്നുകൊണ്ടിരിക്കുന്നു. ബാബ ഒരു ഭക്തനെ അംഗീകരിച്ചാൽ അദ്ദേഹം അവനെ വിടാതെ പിന്തുടർന്ന് രാപ്പകൽ വീട്ടിലായാലും വിദേശത്തായാലും സദാ കൂടെ നിൽക്കുന്നു. ഭക്തൻ എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളട്ടെ, ബാബ അയാൾക്ക് മുന്നിൽ ഏതെങ്കിലും അനിർവർണ്ണനീയമായ രൂപത്തിലെത്തും. താഴെ പറയുന്ന കഥ അത് തെളിയിക്കുന്നു. ഗയാ യാത്ര. കാക്ക സാഹിബ് ദീക്ഷിത്തിനെ ബാബയ്ക്ക് പരിചയപ്പെട്ട് അധികം കഴിയുന്നതിനു മുമ്പ് അയാളുടെ മകൻ ബാബുവിൻ്റെ ഉപനയനം നാഗ്പൂരിൽ വെച്ച് കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു. ഏകദേശം അതേ സമയത്ത് തന്നെ നാനാ സാഹിബ് ചന്ദോർക്കറും അയാളുടെ മൂത്ത മകന്റെ വിവാഹം ഗോളിയോറിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചു. ദീക്ഷിത്തും ചന്ദോർക്കറും ഷിർദിയിൽ വന്ന് സ്നേഹപൂർവ്വം ബാബയോട് ഈ അടിയന്തരങ്ങളിൽ സംബന്ധിക്കാൻ അപേക്ഷിച്ചു. ബാബ തൻ്റെ പ്രതിപുരുഷമായ ഷാമയെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവർ നിർബന്ധിച്ചപ്പോൾ ഷാമയെ കൂട്ടിയാൽ മതിയെന്നും കാശിയും പ്രയാഗും കഴിയുമ്പോഴേക്കും താൻ ഷാമയുടെ മുന്നിൽ എത്തിച്ചേരുമെന്നും പറഞ്ഞു. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. അവ ബാബയുടെ സർവ്വവ്യാപിത്വം വ്യക്തമാക്കുന്നു. ബാബയുടെ അനുവാദം വാങ്ങി ഷാമ നാഗ്പൂരിലും ഗോളിയോറിലും പോവാനും പിന്നീട് കാശി, പ്രയാഗ്, ഗയ ഇവിടങ്ങളിൽ പോവാനും നിശ്ചയിച്ചു. അപ്പക്കോട്ടയെയും അയാളെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അവർ 2 പേരും ആദ്യം നാഗ്പൂരിലേക്ക് ഉപനയനത്തിന് പോയി. കാക്കാ സാഹിബ് ദീക്ഷിത് ഷാമയ്ക്ക് 200 ചിലവിന് കൊടുത്തു. പിന്നീട് അവർ ഗോളിയോറിൽ കല്യാണത്തിന് പോയി. അവിടെ വെച്ച് നാനാ സാഹിബ് ചന്ദോർക്കർ 100 കായും അയാളുടെ ബന്ധു ജാദർ 100 കായും കൊടുത്തു. പിന്നീട് അയാൾ കാശിയിലും അയോധ്യയിലും പോയി. കാശിയിൽ ജാദറുടെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലും അയോധ്യയിൽ ജാദറുടെ രാമമന്ദിരത്തിലും ജാദറുടെ മാനേജർ അയാൾക്ക് നല്ല സ്വീകരണം നൽകി. അവർ അയോധ്യയിൽ 21 ദിവസവും കാശിയിൽ 2 മാസവും താമസിച്ചു. പിന്നീട് അവർ ഗയയിലേക്ക് പുറപ്പെട്ടു. വണ്ടിയിൽ വെച്ച് ഗയയിൽ പ്ലേ ബാധയുണ്ടെന്ന് കേട്ട് കുറച്ച് അസ്വസ്ഥരായി. രാത്രി ഗയയിൽ ഇറങ്ങി ധർമ്മശാലയിൽ താമസിച്ചു. രാവിലെ ഗയാവാല തീർത്ഥാടകർക്ക് സൗകര്യം ചെയ്യുന്ന പുരോഹിതൻ വന്ന് തീർത്ഥാടകരെല്ലാം പുറപ്പെട്ടു, നിങ്ങൾ വേഗം വരിൻ എന്ന് പറഞ്ഞു. ഷാമ അയാളോട് ഗയയിൽ പ്ലേഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഗയാവാല പറഞ്ഞു. ഒന്നും പേടിക്കാതെ വന്നാലും എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിപ്പോയി ഗയാവാലയുടെ വിശാലമായ സത്രം പോലുള്ള വീട്ടിൽ താമസിച്ചു. കിട്ടിയ മുറിയിലെ സൗകര്യങ്ങളിൽ മുന്നിലെ പൂമുഖത്ത് ചുമരിൽ തൂക്കിയ ബാബയുടെ വലിയ ചിത്രം കണ്ടിട്ടും ഷാമയ്ക്ക് വളരെ സന്തോഷമായി. ബാബ പറഞ്ഞത് അയാൾ ഓർത്തു. കാശി പ്രയാഗും കഴിഞ്ഞാൽ ഞാൻ ഷാമയുടെ മുന്നിലെത്തും. ഇതോർത്ത് അയാൾ കണ്ണീർ പൊഴിച്ചു. രോമഹർഷമുണ്ടായി, തൊണ്ടയിടറി. അയാൾ കരയാൻ തുടങ്ങി. ഗയാവാല ഇയാൾ പ്ലേഗ് പേടിച്ചാണ് കരയുന്നതെന്നാണ് കരുതിയത്. ഷാമ അയാളോട് എപ്പോഴാണ് ബാബയുടെ പടം കിട്ടിയതെന്ന് ചോദിച്ചു.
അയാൾക്ക് 200-300 ഏജന്റുമാർ മാൻമാൺ മുതലായ സ്ഥലങ്ങളിലുണ്ടെന്നും അവരിൽ നിന്നും ബാബയുടെ പ്രശസ്തി കേൾക്കാനിടയായെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ 12 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ ഷിർദിയിൽ പോയി ബാബയെ ദർശിച്ചു. അവിടുന്ന് ഷാമയുടെ വീട്ടിലുണ്ടായിരുന്ന ബാബയുടെ പടം അയാൾ ആവശ്യപ്പെട്ടപ്പോൾ ബാബയുടെ അനുമതിയോടുകൂടി ഷാമ അത് അയാൾക്ക് കൊടുത്തു. ഇത് ആ പടമാണ്. ഷാമ അപ്പോൾ ആ സംഭവം ഓർമ്മിച്ചു. ഗയാവാലയ്ക്ക് ഇത് പണ്ട് തനിക്ക് അങ്ങനെ ഉപകരിച്ച് ഷാമ തന്നെയാണ് ഇപ്പോൾ വന്ന അതിഥി എന്നറിഞ്ഞ് അത്യധികം സന്തോഷമായി. അവർ അന്യോന്യം കുശലവും സ്നേഹാന്വേഷണവും നടത്തി വളരെ സന്തുഷ്ടരായി. ഗയാവാല ഒരു ഗംഭീരവും രാജോചിതവുമായ സ്വീകരണം തന്നെ കൊടുത്തു. അയാൾ വളരെ ധനികനായിരുന്നു. അയാൾ ഒരു പല്ലക്കിലേറിയ ഷാമിയെ ആനപ്പുറത്തിരുത്തിയതുകൊണ്ടാണ് യാത്ര ചെയ്തത്. ഷാമിയുടെ എല്ലാ സൗകര്യങ്ങളിലും അയാൾ ശ്രദ്ധിച്ചു. ഈ കഥയുടെ ഗുണപാഠം ഇതാണ്: ബാബയുടെ വാക്കുകൾ ശരിയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരോടുള്ള പ്രേമം അപാരമാണ്. ഇതുമാത്രമല്ല, അദ്ദേഹം എല്ലാ ജീവികളെയും സ്നേഹിച്ചു. അടുത്ത കഥ അത് വിവരിക്കും. 2 കോലാടുകൾ. ബാബ ഒരിക്കൽ ലണ്ടിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു ആട്ടിൻകൂട്ടത്തെ കണ്ടു. 2 ആടുകളിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു. അദ്ദേഹം അവയുടെ അടുക്കൽ ചെന്ന് അവയെ പിടിച്ച് തലോടി 32 കാ വില കൊടുത്ത് അവയെ വാങ്ങി. ഭക്തന്മാർ ബാബ ചെയ്തത് കണ്ട് അതിശയിച്ചു. അവർ ബാബയെ പറ്റിച്ചതാണെന്നും 2 ആടുകൾക്കും കൂടി 4, 6, 8 ഉറുപ്പികയിലധികം വില വരില്ലെന്നും പറഞ്ഞു. ബാബയോട് ഇങ്ങനെ അവർ പറഞ്ഞപ്പോൾ ബാബ മിണ്ടാതിരുന്നു. ഷാമയും തത്യാക്കോട്ടയും ബാബയോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. അദ്ദേഹം തനിക്ക് പണം സൂക്ഷിക്കേണ്ടതില്ലെന്നും വീടോ കുടുംബമോ നോക്കേണ്ടതില്ലെന്നും പറഞ്ഞു. അദ്ദേഹം അവരോട് തൻ്റെ ചിലവിൽ 4 സേര് പരിപ്പ് വാങ്ങി ആടുകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതിനുശേഷം ആടുകളെ മടക്കി കൊടുത്ത് താഴെ കാണുന്ന വിശദീകരണങ്ങളും ഓർമ്മകളും പറഞ്ഞു. ഓ, ഷാമയും താത്തയും എന്നെ ഈ കച്ചവടത്തിൽ കബളിപ്പിച്ചതാണെന്ന് കരുതി. അല്ല, അവയുടെ കഥ കേൾക്കുവിൻ. മുജന്മത്തിൽ അവർ മനുഷ്യരായിരുന്നു. അവർക്ക് എൻ്റെ തുണക്കാരായി എൻ്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അവർ സഹോദരന്മാരായിരുന്നു. ആദ്യം വളരെ സ്നേഹിച്ചിരുന്ന അവർ 2 പേരും ക്രമേണ ശത്രുക്കളായി. മൂത്തവൻ മടിയവനും രണ്ടാമത്തവൻ സമർത്ഥനുമായിരുന്നു. രണ്ടാമത്തവൻ കുറേ പണമുണ്ടാക്കി. മൂത്തവൻ ദുരാഗ്രഹം കൊണ്ട് അനുജനെ കൊന്ന് പണമെടുക്കാൻ തീർച്ചയാക്കി. അവർ ബന്ധം മറന്ന് കലഹിച്ചു. മൂത്തവൻ ഒരു ദണ്ടുകൊണ്ട് ഇളയവൻ്റെ തലക്കടിച്ചു. അനുജൻ അപ്പോൾ തന്നെ ജ്യേഷ്ഠനെ മഴുകൊണ്ട് വെട്ടുകയും ചെയ്തു. 2 പേരും ചത്തുവീണു. അവരുടെ കർമ്മഫലം കൊണ്ട് ആടുകളായി വീണ്ടും ജനിച്ചു. അവ എൻ്റെ അടുത്തുകൂടി പോയപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവരുടെ പൂർവ്വകഥ മനസ്സിലാക്കി. അവരെ കണ്ടപ്പോൾ എനിക്കവർക്ക് ഭക്ഷണവും സമാധാനവും വിശ്രമവും കൊടുക്കണമെന്ന് തോന്നി. അതിനാണ് ഞാൻ ഈ പണം മുഴുവൻ ചിലവാക്കിയത്. അതിനാണ് നിങ്ങൾ എന്നെ പഴിക്കുന്നത്. ഈ കച്ചവടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അവയെ ഇടയന് തന്നെ മടക്കി കൊടുത്തു. സായിക്ക് കോലാടുകളോടുള്ള സ്നേഹം ആ വിധത്തിലായിരുന്നു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.